meters, keep left. ഇതേനോളി പോരാ ഓടിട്ട് എന്നല്ല പറഞ്ഞ്. You are wrong. മേപ്പ് പറയുന്നേ ഇങ്ങോട്ടോ മോനെ വലിയ പറമ്പത്ത് സുരൂപിന്റെ പോരേതാ? നമ്മുടെ ലോട്ടറി അടിച്ച ഗഡ്ഡിന്റെ വീട്ടിലെ. ആ Your destination is on left. ഇതെന്തെന്നാ എന്തെന്നായത്? രാവിലെ തന്നെ അതാ കൊറേ എണ്ണം വന്ന് കുത്തിനേക്ക് നേരെ ഇങ്ങ് വെളുത്തിട്ടില്ല. അന്നേരം ഏട്ടനോട് ഞാൻ പറഞ്ഞതാ ലോട്ടറി അടിച്ച ആരോട് പറയണ്ട. ഞാൻ എന്താക്കാനാണ്? ഇനി കണ്ടല്ലേ നമ്മള് ബാങ്കിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് സകല പത്രക്കാരും ടി വിക്കാരും മുന്നിലെത്തി. ഇതെന്ത് ഇവയില് തുറക്കാത്ത്? ഞാൻ കുറച്ചു നേരം ഇവിടെ ഇരിക്കട്ടെ. എൻ്റെ അമ്മേ, ഒരേന്ന് പുറത്തിറങ്ങി കൂടാത്ത അവസ്ഥയാ. അടിക്കണ്ടേന് ലോട്ടറി. ഇന്നലെ വന്ന് ജാനു അടിച്ച ഇന്നും വന്നിന്. ഇവർക്ക് രാവിലെ വേറെ പണിയൊന്നുമില്ലേ? അല്ലെങ്കിൽ തന്നെ 25 കോടിയിൽ 12 കോടിയാറ്റ അമ്മക്ക് കിട്ടും. ഇതെന്തൂട്ടാ തുറക്കാത്ത? ഒരുപാട് ആള് വരുന്നുണ്ടല്ലോ. രാവിലെ തന്നെ കൊറേ എണ്ണം വന്ന് കുത്തിരിഞ്ഞിട്ടുണ്ടല്ലോ. എത്ര വന്നാലെന്താന്ന്? 25 കോടിയല്ലേ ഉള്ളു. കുറഞ്ഞൊരു 5 ലക്ഷം കിട്ടുമായിരിക്കും അല്ലേ? കൊടുക്കുന്നതിനെന്താ, മോന് വെറുതെ കിട്ടിയല്ലേ. ഇതെന്താ നേരം വെളുക്കും തന്നെ ഇവിടെ വന്ന് കുത്തിരിഞ്ഞേ? ഞാരാ ഇന്റെ ഒരേലൊന്നല്ല അറിഞ്ഞ ആൾക്കാർ കുത്തിരിഞ്ഞ്. എന്റെ ആങ്ങളെ എന്റെ മോനാ ലോട്ടറി അടിച്ചേ. അതെനക്ക് തിരിഞ്ഞിക്കില്ലേ? എന്നാ ഒന്ന് ബാതില് തുറക്കുവാൻ പറ. അപ്പച്ചല്ലേ വന്നേ? അയ ഗീത ഉണ്ടടാ വന്നിന്. ഇവർ തന്നെ ഇപ്പൊ ഇങ്ങ് വന്നേ. ആ അപ്പച്ചി വാ. മോനെ എന്റെ പോരേപ്പിക്കുവാനാ മോനെ. മോനെ എന്റെ പോരേല് നിറച്ചു ആൾക്കാരാന്നല്ലോ. എന്തെന്നാ പറയണ്ടേ? 3 ദിവസമായി ഇവിടെ ഞാൻ. എന്റെ പോര തേപ്പിക്കുവാനാ മോനെ. മോനെ എന്റെ പോര തേപ്പിക്കുവാനാ മോനെ. മോനെ എന്റെ പോര ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ ഒരാള് പറ. മോനെ എന്റെ പോര ഇങ്ങോട്ട് മാറിക്ക്. എടാ ഇങ്ങോട്ട് മാറിക്ക്. അത് ഈ അമ്മമ്മേന്റെ ഒന്ന് കേട്ടോ. എന്ത് ഞങ്ങളെ പ്രശ്നം എന്നാ? അല്ല, ഒച്ച ഉണ്ടാക്കിയ എല്ലാവരുടെ കാര്യം കേൾക്കാൻ പറ്റില്ല. ദിവസം ഇത്ര ആൾക്കാർ വരുന്ന. എടാ ബൈക്കെല്ലാം വാങ്ങാൻ ആടെ വെക്ക്. ഞാൻ പറയട്ടെ, ഒരാള് പറയണോ? മോനെ എന്റെ പോര തേപ്പിക്കുവാനാ. പറയിപ്പിക്കാനാ? നിങ്ങൾ ആടെ ഇരിക്കും. എനിക്കൊരു ബൈക്ക് വേണേ. ബൈക്ക് ഇനി എടുത്ത വരുന്നേ? തൃശ്ശൂരിൽ നിന്ന് ഇവിടം വരെ വന്നു. അഞ്ഞ് അങ്ങോട്ട് മാറിക്ക്. നിങ്ങളെന്താണ് പ്രശ്നം? എല്ലാ സ്വരൂപേ നിക്കെന്നെ ഓർമ്മയില്ലേ? പണ്ട് സ്കൂളിൽ പോകുന്ന പെരാന്ത നായി കടിക്കുമ്പോ നേരം ഇന്നെ രക്ഷിച്ച നാണുവട്ടനാടാ ഇത്. ആ നാനോട്ടാ. എനിക്ക് ബാങ്കിൽ കുറച്ച് കട ഉണ്ടായിരുന്നു. മോളെ കല്യാണം കഴിഞ്ഞിട്ട് ബാങ്കുകാർ തീർന്ന് പൊരയിലാണ്. എന്തെങ്കിലും ഒന്ന് എന്നെ സഹായിക്കണം. അന്നാണോല്ലേ 60 പവനും കൊടുത്തു എന്റെ മോളെ കല്യാണം കഴിച്ച്. ആവാത്തന്നെ ഇത് കൊടുക്കണേനാ? ഈ 60 പവനും എല്ലാം കൊടുത്തിട്ട് കല്യാണം കഴിച്ചിട്ട് കടാക്കിയോ ഇവിടെ വന്ന് ഒത്തിരിക്കണം. ഓര് ഞാൻ പറഞ്ഞു കൊടുക്കാം. എത്ര പൈസ ഉണ്ട്? 5 ലക്ഷം. സ്വരൂപേ ഒരു 5 പൈസ വെനിഞ്ഞു കൊടുക്കറേ. ഇവൻ മോക്ക് എത്ര പവനാ കൊടുത്തതെന്നറിയാ? 60 പവൻ. നിങ്ങൾക്ക് എന്താ ഓനല്ല തരുന്നത്? ചേട്ടാ, എനിക്ക് ലോട്ടറി അടിച്ചിട്ട് ഇന്ന് 3ാമത്തെ ദിവസം 50-60 ആൾക്കാർ അവിടെ വരുന്നേ. ഒരു കാര്യം മനസ്സിലാക്കണം, എനിക്ക് പൈസ ഒന്നും കിട്ടിയില്ല. ഞാൻ പറഞ്ഞത് സത്യ. മോൻ എഞ്ഞി വരുന്നേ വരുന്നേ? തൃശ്ശൂരിന്ന്. എനിക്ക് എന്നാ വേണ്ടേ? ഡ്യൂക്കിന്റെ ബൈക്ക് വേണോ? അതിനാ ഇവൻ വന്നേ. മോനെ ഇനി പൊരക്ക് പോവാൻ നോക്ക്, കേട്ടിനാ? ഏട്ടാ എനിക്ക് തിരിച്ചു പോകാനുള്ള പൈസ അങ്ങ് തരുവാ. നീ എങ്ങനെ ഇങ്ങോട്ട് വന്നേ? വള്ളാണ്ടിയേരി. എന്നാ മോനെ അങ്ങനെ തന്നെ തിരിച്ചു പോയിക്കോ. സ്വരൂപിന് ലോട്ടറി അടിച്ചിക്ക്, പക്ഷെ സ്വരൂപിന്റെ അടുത്ത് 5 പൈസ ഇല്ലടാ. പൈസ ഒന്നും കിട്ടിയിട്ടില്ല. നീ വന്ന വഴിക്ക് തന്നെ പോവാൻ നോക്കും മോനെ. ഇതെന്ത് നാടോ ഇത്? ഒരുത്തൻ ലോട്ടറി അടിക്കുമ്പോൾ അപ്പാട് പാഞ്ഞിങ് പോരുത്താ. എന്നാ ചെയ്യാ മെമ്പറേ? ഓന് മെഞ്ഞാനിങ് അടിച്ചിക്കാളൂ. അതിന്റെ പൈസ ഇതുവരെ കിട്ടിയില്ല. കിട്ടിയിട്ടാലും വന്ന് നിങ്ങൾ മോനെ എനിക്കൊരു പൈസ കിട്ടണ്ടേ? പൈസ കിട്ടുന്ന എന്താ? ഇവിടെ പൈസ നമ്മുടെ കൈ കിട്ടിയില്ല. ഒരു വീട്ടിൽ വന്ന് അപ്പാട് ചള കിട്ടുള്ളൂ. മോനെ ഞാളെ പനി വരണ്ടിയേ. പൈസ കിട്ടും അറിയിക്കും. ഇപ്പം തൽക്കാലം നിങ്ങൾ പോയട്ടെ. ഇതെന്താ? മേത്തോട്ട് കളിക്കറേ. ഇന്റെ പാർട്ടി കളി എന്റെ അടുത്ത് വേണ്ട.
ഏടെ കളിക്കണം എന്ത് കളിക്കണം ഞാക്കറിയാം. ഇനിയിപ്പോ തൽക്കാലം പോവാൻ നോക്ക്. ലോട്ടറി അടിച്ചാൽ ഞങ്ങളെ മനസ്സമാധാനം പോയി സതീഷേ. എന്ത് ചെയ്യാനാ ആൾക്കാർക്ക് വിവരം വേണ്ടേന്ന്? സ്വരൂപേട്ടന് പൈസ വെറുതെ കിട്ടിയാന്ന് ഓര് പറയുന്നത്. ഒരേലം പൂട്ടിട്ട് എവിടെയും പോവാനാണെന്ന് തോന്നുന്നേ. എടാ സ്വരൂപ, ഇനി പറ്റുന്ന രീതിയിൽ ആൾക്കാരെ സഹായിക്കടാ. അതിനെ കൊണ്ട് എനിക്ക് മോശമൊന്നും വരില്ല, നല്ലതേ വരൂ. എന്തായാലും പൈസ കിട്ടട്ടെ. ഞാൻ വിചാരിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ആ പൈസ FD ഇട്ടിട്ട് ഇൻട്രസ്റ്റ് നമുക്ക് കുറച്ച് ആൾക്കാരൊക്കെ സഹായിക്കാമല്ലോ. ഹെഫ്റ്റി അല്ല ഇഞ്ഞിട്ടോ, അത് നല്ലതാ. നമ്മളെ പാർട്ടീനെ അറിയാലോ ഇപ്പോഴും സ്ഥിതി. ആടെ ബസ് സ്റ്റോപ്പിന്റെ പണി ഞാൻ നടന്നുകൊണ്ടിരിക്കുന്ന എനിക്കൊക്കെ ചെറിയൊരു എമൗണ്ട് ഒരു 10 ലക്ഷം ഇനി എന്തായാലും ഞങ്ങൾക്ക് തരണം. ഇനി പ്രത്യേകിച്ച് നമ്മളെ പാർട്ടിക്കാരനാണല്ലോ, അതുകൊണ്ട് എന്ത് ചെയ്താ നമ്മളെ കുറവാക്കൂലല്ലോ. 10 ലക്ഷം ബസ് സ്റ്റോപ്പല്ലേ പണിയുന്നുള്ളൂ? ബസ് സ്റ്റോപ്പ് മാത്രമല്ല, പാർട്ടി ഓഫീസിന്റെ പണി പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് കാണുന്നല്ലേ. അതിന് പേറെ തരുവാ, ഇത് തുടങ്ങിക്കലുള്ളൂ. എല്ലാ പാർട്ടിക്കാരും വരുന്നുണ്ടെന്ന് എല്ലാവർക്കും കൊടുക്കണ്ട നമുക്ക്. നിങ്ങൾ ഇത്തിരി ഒന്നും പറയല്ല. ഇനി ഒന്നും പറയണ്ട, പൈസ റെഡി ആവുമ്പോഴത്തേക്ക് ഞാൻ ഇനി വരാം. എന്നാ പിന്നെ ഞാൻ വരുന്നേ. ആ പിന്നെ നമ്മളെ പാർട്ടി ഓഫീസിന്റെ കാര്യം മറക്കണ്ട. എൻ്റെ ഓനൊരു പൊരെടുക്കുവാൻ ഇതുവരെ അയക്കില്ല. നമ്മളെ ഭാഗ്യമായി ലോട്ടറി അടിച്ച്. പൈസ എല്ലാം കിട്ടട്ടെ, എന്തായാലും നിങ്ങൾക്കൊരു പുര വേണ്ടേ? എന്നാ ഞാൻ പോട്ടെ. എനിക്ക് അങ്കനവാടി ചോറ് വെക്കാൻ പോണ്ട. എപ്പ അവന് പൈസ എല്ലാം കിട്ടുവാ? പൈസ ഒന്നും കിട്ടുവാനായിക്കില്ല. കിട്ടാനാകുമ്പോ ഞാള് പറയാം. എന്നാ ഞാൻ വരുന്നേ. ലോട്ടറി അടിച്ചെന്ന് കേട്ട് ഓടി വന്നതാ. ഒരു 5ന്റെ പൈസ കൊടുക്കാൻ ഞാൻ സമ്മതിക്കൂല. എൻ്റെ അച്ഛൻ്റെ പെങ്ങളത് കൊടുക്കുന്നതിനെന്താ? ഒലിക്കൊരു പൊരയൊന്നും ഇല്ലാത്ത. ലോട്ടറി അടിച്ചാൽ മനസമാധാനം അങ്ങ് പോയി. മോനെ അപ്പച്ചു പോട്ടെ. ചായ കുടിച്ചിക്കാ. ഇതെന്താ മുന്നോട്ട് പോകുന്നു? ബന്ധം എന്താ കാരണം? എന്തെന്നാ മോനെ പറയണ്ടേ? പൊരയിൽ നിറയെ ആളാടാ. ലോട്ടറി അടിക്കണ്ടേന് അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. സുരുവേട്ടാ എടാ ഒരു മിനിറ്റ്, ഞാൻ വിളിക്കാൻ നേരം. എന്തല്ലാടാ? പിന്നെ നിങ്ങൾക്ക് അറിഞ്ഞൂടെ എൻ്റെ അവസ്ഥ. കുറേ സിനിമ മേക്കിങ്ങിനാണ് നടക്കുന്നത്. ഒരു നല്ലൊരു സ്ക്രിപ്റ്റ് ഇപ്പം വന്നിട്ട് നിങ്ങളൊന്ന് പ്രൊഡ്യൂസ് ചെയ്താൽ എൻ്റെ സ്വപ്നം ഒന്ന് ഇതാവുകയാണ്. പ്രൊഡ്യൂസറാ? സ്വരൂപേട്ട നിങ്ങളായില്ലേ നായകൻ. നായകൻ നിങ്ങളെ കൊണ്ട് പറ്റൂ. തിയേറ്ററിൽ ഇറങ്ങും ഇത്? ആ തിയേറ്ററിൽ നമ്മൾ ഇറക്കിയിരിക്കൂ. എങ്ങനെയെങ്കിലും എൻ്റെ ഒരു സ്വപ്നമാണ്. കഥ എങ്ങനെ? അടിപൊളി കഥയാണ്. നിങ്ങൾക്ക് ഒന്ന് ഫ്രീ ഉള്ളപ്പോൾ നമുക്ക് കേട്ടോക്കാം. ആയിക്കോട്ടെ, നീ ഒരു കാര്യം ചെയ്യും. നമുക്ക് എന്തായാലും ഒരു 2 മാസമെങ്കിലും എടുക്കും, പൈസയെല്ലാം കിട്ടുവേ. ആയിക്കോട്ടെ. പടം തിയേറ്ററിലെത്തുവാ? എത്തിക്കും നമ്മൾ. എത്തൂലേ? ഓ ഓക്കേടാ, എന്നാ ആയിക്കോട്ടെ, നമുക്ക് നോക്കാം. നീ സ്ക്രിപ്റ്റിൽ നല്ലോണം വർക്ക് ചെയ്യ്. ആയിക്കോട്ടെ, ഞാൻ പോട്ടെ. ആ റെഡിയാണേ? ആ ഓക്കെ. സിനിമ ഏട്ടാ, അമ്മ അപ്പച്ചിക്ക് വീടെടുത്ത് കൊടുക്കാൻ പൈസ കൊടുക്കൂന്നാ പറയുന്നത്. ഒരു 5ന്റെ പൈസ കൊടുക്കാൻ ഞാൻ സമ്മതിക്കൂലേ? എടാ, അപ്പച്ചിക്ക് ഇമ്മളല്ലാണ്ട് വേറെ ആരാ ഉള്ളേ? ആ ദൂരെ ഭർത്താവില്ലേ? ഓർക്ക് പണിയൊന്നും ഇല്ലടാ. ഓർ വീണിട്ട് എത്രയായി കിടക്കുന്നത്. നമുക്ക് ചെറിയൊരു ഹെൽപ്പ് ഓർക്ക് ചെയ്യാന്ന്. പൈസ കിട്ടട്ടെ. ഇഞ്ഞാരാ ഇതെല്ലാം തീരുമാനിക്കേ? എൻ്റെ മോനല്ലേ ലോട്ടറി അടിച്ചേ? മോനെല്ലാം പണ്ട്, ഇപ്പൊ എന്റെ ഭർത്താവും കൂടിയാ. ലോട്ടറി അടിച്ച പൈസ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയാം. കുറച്ച് ദിവസം മുന്നേ ഏട്ടനൊരു ഫാം എടുത്ത സ്ഥലം ചോദിച്ചിട്ട് അമ്മ തന്നിക്കില്ലല്ലോ. അന്നേരം എന്തെല്ലാം പറഞ്ഞേ? ഓനൊരു മോൻ, എനിക്ക് 2 ആളില്ല, 2 ആൾക്ക് ഒരുപോലെ കൊടുക്കണ്ടേ? ആ കൊടുത്തോ. ഞാളിനൊരു 5 പൈസ ആർക്കും തരുമെന്ന് വിചാരിക്കണ്ട. രാവിലെ തൊട്ട് നാട്ടുകാർ കുടുംബക്കാർ എനിക്ക് മനസ്സമാനം തരുന്നില്ല. പൊരയിലുള്ള നിങ്ങളെങ്ങനെ എനിക്കൊരു മനസ്സമാനം തരുവാ? മോനെ 2 ലക്ഷം തരുവാ. പൊര തേച്ചിക്കില്ല, അതുകൊണ്ടാ. നിങ്ങൾ പിന്നെ വന്നാ നിങ്ങളോടല്ലേ എന്ന് ഞാൻ പറഞ്ഞ. എനിക്ക് പൈസ ഒന്നും കിട്ടിക്കില്ല. തിള്ള തന്നേക്ക് മോനെ. എന്തുണ്ടാവുക? നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ, ഞാനിവിടെ റേഷൻ അരുന്നിട്ട് ഇവിടെ വാങ്ങിക്കില്ല. നീ ഒറ്റക്കങ്ങ് മിണുങ്ങുന്നല്ലേ? എനിക്ക് വെറുതെ കിട്ടിയ പൈസ അല്ലേ? എന്തെന്ന്? എനക്ക് വെറുതെ കിട്ടിയ പൈസ അല്ലേ? 500 റുപ്യ ഞാൻ സമ്പാദിച്ച പൈസ. അതുകൊണ്ട് ഞാൻ എന്താക്കി ലോട്ടറി എടുത്ത്. അത് എനിക്ക് വെറുതെ കിട്ടിയല്ലേ? നിങ്ങൾ എടുത്തിക്കില്ലേ? അമ്മ എടുത്തിക്കില്ലേ? എല്ലാരും ഇവിടെ വന്ന എല്ലാരും എടുത്തിക്കില്ല. ആയിരിക്കും അടിച്ചിക്കാ. എനക്ക് ഭാഗ്യമുണ്ട്. എന്ത് ഭാഗ്യം? എന്റെ ഭാഗ്യം കൊണ്ട് എനിക്ക് കിട്ടിയതാ. അത് വെറുതെ കിട്ടിയല്ലേ. എനിക്കെന്താ കൊടുക്കുന്നതിന്? എടോ 25 കോടി നിനക്ക് കിട്ടൂലോ. 12 കോടിയാ കിട്ടൂ. നിങ്ങൾ ആദ്യം മനസ്സിലാക്ക്. ലോട്ടറി അടിച്ചതിന്റെ പിറ്റേന്ന് തന്നെ പൊരയില വന്ന് കുത്തുന്നത് ഞാൻ തന്നെ പറിക്കുന്നുണ്ടോ നോട്ട്? ഇത് കിട്ടണേ തന്നെ 1-2 മാസം അവതറിയവാ.
അതിൽ നിന്ന് വിട്ട് പൊരയിൽ വന്നിട്ട് കുത്തിരിക്കുന്ന ഓരോന്ന് ഓടോ. ഇനി നശിച്ചു പോവാടെ ഇതിനെ കൊണ്ട് എനിക്കൊരു കുണവും ഉണ്ടാവുകയില്ല.